ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഒരു സിംഗിൾ സ്റ്റോർ വീടിൻ്റെ വിശേഷമായിട്ടാണ്. അപ്പോൾ 2 ബെഡ്റൂമുള്ള ഈ ഒരു സിംഗിൾ സ്റ്റോർ വീടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു വീട് വരുന്നത് നമ്മുടെ ട്രിവാൻഡ്രം മലയത്താണ്. MLA റോഡിൽ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 50 മീറ്റർ മാത്രം മാറിയിട്ട് ആണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. ഇതിന് ചുറ്റുപാടും തന്നെ വേറെയും റെസിഡൻഷ്യൽ ഏരിയ കൊണ്ട് തന്നെ വേറെ ധാരാളം വീടുകൾ നമുക്കുണ്ട്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു ചെറിയൊരു ഇറക്കം ഇറങ്ങിയിട്ടാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ ചുറ്റുപാടും തന്നെ വേറെയും വീടുകൾ നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നാണെങ്കിൽ നമുക്ക് ഒരു 10 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ എത്താൻ പറ്റും. കൂടാതെ പാപ്പനംകോട് നിന്ന് ഒരു 6 കിലോമീറ്ററും മലയം ജംഗ്ഷനിൽ നിന്ന് നമുക്കൊരു 1.5 കിലോമീറ്റർ ഒക്കെ ട്രാവൽ ചെയ്താൽ തന്നെ നമുക്ക് ഈ ഒരു വീടിൻ്റെ ലൊക്കേഷനിൽ എത്താൻ പറ്റും. ഇപ്പോൾ 380 സെൻറ്റിൽ 850 സ്ക്വയർ ഫീറ്റിൽ ആണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. ഈ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷനൊക്കെ തന്നെ ആണ് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്ക് 2 സ്ലൈഡിങ് ഗേറ്റാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഗേറ്റ് തുറന്ന് ഈ വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നമ്മൾ സ്ലൈഡിങ് ഗേറ്റ് തുറന്ന് അകത്തോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫുള്ളും തന്നെ ഇവിടെ തറയിൽ ഫുള്ളും തന്നെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കാർ സുഖമായിട്ട് തന്നെ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള ഒരു നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്കിവിടെ പൈപ്പും കിണർ കണക്ഷനും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ കിണർ നമുക്കിവിടെ ഫ്രണ്ട് ഈ ഒരു പോർഷനിലാണ് വരുന്നത് കണ്ടോ. കൂടാതെ നമുക്കിവിടെ പൈപ്പ് കണക്ഷനും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് കണ്ടോ, ഇതാണ് വരുന്നത്. 8x4 ഡയമെൻഷനിലാണ് നമുക്കിവിടെ സിറ്റ് ഔട്ട് വരുന്നത്. നമുക്കപ്പോൾ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് ഡോർ വരുന്നത്. ഫുള്ളും തന്നെ പ്ലാവിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. നല്ല കിടിലം പാറ്റേണിൽ ചെയ്തിട്ടുള്ള ഒരു ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ഒരു രക്ഷയില്ല കേട്ടോ, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു ലോ ബഡ്ജറ്റിൽ ഇത്രയും ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള നമുക്ക് ഇൻറ്റീരിയർ ഉള്ള വീട് കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ കണ്ടോ, ലിവിങ് ഏരിയ തന്നെ നമുക്ക് കയറി വരുമ്പോൾ 22x8 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയ വരുന്നത്. നല്ല സ്പേസ് ഉണ്ട്. മുകളിൽ നമുക്ക് സീലിംഗ് വർക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. തറയിൽ നമുക്ക് ടെയിൽ ഈ ഒരു പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് നമുക്ക് വീടിൻ്റെ ഉള്ളിൽ വരുന്നത്. നമുക്ക് ആ ഒരു കോർണറിലാണ് നമുക്ക് TV യൂണിറ്റ് വെച്ചിട്ടുള്ളത് കണ്ടോ. ഇപ്പോൾ PVC പാനലും ജിപ്സം ബോർഡൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു TV യൂണിറ്റ് ചെയ്തിട്ടുള്ളത്. താഴെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ TV യൂണിറ്റ് വരുന്നത്. ഇപ്പോൾ ഇവിടെ ആയിട്ട് നമുക്ക് ഒരു വാഷ് ബേസിൻ കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ. കുഞ്ഞു പിള്ളേർക്ക് വേണമെങ്കിൽ മുഖം നോക്കാൻ വേണ്ടി ഒരു സ്പേസ് ഇവിടെയും, വലിയ ആൾക്കാർക്ക് വേണ്ടി ഈ ഒരു ഭാഗത്ത് മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വാഷ് ചെയ്യാനുള്ള സ്പേസ് ഇവിടെയാണ് വരുന്നത്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് PVC പാനലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഓപ്പൺ കിച്ചണിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇവിടെ ഒരു പാർട്ടീഷൻ പോലൊരു സംഭവം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡൈനിങ് വിത്ത് കിച്ചണാണ് നമുക്കിവിടെ വരുന്നത്. ഈ ഒരു ഏരിയയിൽ നമുക്ക് ഡൈനിങ് ഏരിയ ആയിട്ടും അപ്പോൾ നമുക്ക് കിച്ചണായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫുള്ളും തന്നെ ചെയ്തിരിക്കുന്നുണ്ടോ, കിച്ചൺ ഫുള്ളും തന്നെ നമുക്ക് ചെയ്തിട്ടുള്ളത് അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കാണ് ചെയ്തിട്ടുള്ളത് കണ്ടോ. ഫുള്ള് ചെയ്തിട്ടുള്ളത് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് നമുക്കിവിടെ ഫുള്ള് സ്റ്റോറേജ് സ്പേസ് എല്ലാം ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ കൂടാതെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത്. അപ്പം ഇങ്ങനെയാണ് നമുക്കിവിടുത്തെ കിച്ചൺ വരുന്നത്. അപ്പോൾ നമ്മൾ കയറി വരുന്ന ഡോറ് ഇവിടെയാണ് വരുന്നത്. ഇവിടുന്ന് നമുക്ക് 2 ബെഡ്റൂം 2 ഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ. ഇവിടെ ഒന്നും ഈ ഒരു ഭാഗത്തൊന്നും അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഒരു ബെഡ്റൂം നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബെഡ്റൂം വരുമ്പോൾ നമുക്ക് 12x10 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ബെഡ്റൂമാണ്. ടെയിൽ സെയിം ഫ്രണ്ട് കിട്ടും അതേ ടൈപ്പാണ്. നമുക്കിവിടെ ചെമ്മരിൽ ഒരു ഡിസൈൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് നോക്കാം. ഇപ്പോൾ PVC ഡോർ തന്നെയാണ് നമുക്കിവിടെ ബാത്റൂമിന് യൂസ് ചെയ്തിട്ടുള്ളത്. തറയിൽ ഗ്രിപ്പിങ് ടെയിൽ ഇട്ടിട്ടുണ്ട്. ടെയിലെല്ലാം തന്നെ കുറച്ചൊരു പ്രീമിയം ലുക്ക് കിട്ടുന്ന ടൈപ്പ് ടെയിലാണ് ഇട്ടിട്ടുള്ളത്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. നമുക്ക് ഈ ഒരു ഭാഗത്താണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂം നമുക്ക് സെയിം നമ്മൾ അപ്പുറത്ത് കണ്ട അതേ സൈസ് തന്നെ വരുന്നത്. 12x10 ഡയമെൻഷൻ തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഇവിടെ നമുക്ക് വാളിൽ ഈ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് ഒരു വിൻഡോ ആണ് നമുക്ക് ഈ ഭാഗത്ത് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം PVC ഡോർ തന്നെയാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് തറയിൽ നമുക്ക് ഗ്രിപ്പിംഗ് ടെയിൽ തന്നെയാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. സെയിം അപ്പുറത്ത് കണ്ട അതേ ഒരു പ്രീമിയം ലുക്ക് തന്നെയാണ് നമുക്ക് ഇവിടുത്തെ ബാത്റൂമിൽ വരുന്നത്. സ്റ്റാൻഡേർഡ് ഫിറ്റിങ്സ് തന്നെയാണ് മൊത്തം നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ടൊരു സിങ്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് 35 ലക്ഷമാണ്. അത് തീർത്ത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക്
ഈ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഈ വീട് വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഹോം ലോണിനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഹോം ലോൺ നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആരെങ്കിലും വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് ഇപ്പോൾ 50 ലക്ഷത്തിനോ അല്ലെങ്കിൽ 1 കോടിക്ക് പുറത്തോട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ലൊക്കേഷനിൽ നിങ്ങൾക്ക് വീട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള വീട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെയുള്ള വീടിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കടന്നു വരാം. എല്ലാവർക്കും നന്ദി.